ദൃശ്യം 3യുടെ ട്രെയിലറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടേ. സീരിയല് ഇപ്പം ഇത് സീരിയലായിട്ട് ഓടിക്കുവാണെങ്കിൽ ചിലപ്പോൾ നല്ലതാണ് ഇത്. അല്ല തിയേറ്ററിലൊക്കെ ആണോ ഇത് റിലീസ് ചെയ്യുന്ന? തിയേറ്ററിലാണോ എനിക്കറിയത്തില്ല ഇത് എന്തോ ആ പരിപാടി എന്നൊന്നും. പക്ഷെ എന്നാലുവേ മോഹൻലാൽ അഭിനയിച്ചിട്ട് ഓവർ ആക്ട് ചെയ്ത്, പിന്നെ ഈ മോഹൻലാലിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷന് ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം ഒരുതരം എന്തോ ഒരു യന്ത്രം പോലെ ആയിട്ടുണ്ട്. എനിക്കൊന്ന് ഇതാണോ പുള്ളിയെ മറ്റേ ചെന്ന് കേസ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. സുപ്രീം കോടതിയിൽ മോഹൻലാലിൻ്റെ എ ചെന്നിട്ട് കേസ് കൊടുത്തു, ഈ മോഹൻലാലിനെ കൊണ്ട് അഭിനയിപ്പിക്കരുത്, മോഹൻലാലിനെ കൊണ്ടൊന്നും ഇനി ഡബ് ചെയ്യിക്കരുതെന്നൊക്കെ. ക്ലോണോ എന്തോ ഒരു സാധനം ഡീപ് ഫേക്ക് കൊണ്ട് സുപ്രീം കോടതി കേസ് കൊടുത്തെന്നാണ് പറയുന്നത്. മോഹൻലാൽ എന്നൊരു മനുഷ്യനുണ്ട്, അയാളെ കൊണ്ട് ഇനി അഭിനയിപ്പിക്കരുത്, ഏക്ക് നാണക്കേടാന്ന് പറഞ്ഞുകൊണ്ട്. അതായത് അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതൊന്നും അല്ല വിഷയം ഇവിടെ. പക്ഷെ മോഹൻലാൽ ഡയലോഗ് പ്രസൻറ്റേഷൻ ഭയങ്കര മോശം. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്താണ് അവിടെ സംഭവിച്ചത്. ഭയങ്കര കൃത്രിമത്വം. അഭിനയമാണേലും കാണിക്കുന്ന ഞെട്ടലൊക്കെ, സ്ഥിരം ഞെട്ടലൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഇങ്ങനെ ഏണ്ടൊക്കെ ഒരു സീനൊക്കെ ഭയങ്കര അഭിനയം. പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുന്നത് പക്ക സീരിയല്, നേരത്തെ അതേ ഫോമാറ്റ് കൊള്ളത്തില്ല. എല്ലാ നാടകീയമായ രംഗങ്ങളെയും ഫുൾ ഡ്രാമയാണല്ലോ പുള്ളിക്ക്. ഡ്രാമ ഒരു 5 സ്റ്റേജേ കൊണ്ടുവന്ന് കഥ അവതരിപ്പിച്ചിട്ട് ഓരോ സ്റ്റേജിൻ്റെ അവിടെ കൊണ്ട് ക്യാമറ വെക്കുന്നു. അതാണ് ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷൻ സ്കിൽസ്. നല്ല അലമ്പ്, സ്ഥിരം മ്യൂസിക് പരിപാടിയൊക്കെ ഉണ്ട് അതിനകത്ത്. മേക്കപ്പാണ് ഏറ്റവും രസം, കോസ്റ്റ്യൂംസും ഭയങ്കര സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യനാണ്. പുതിയ ഉടുപ്പും പുതിയ മുണ്ടും ഇടാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് പോലും ഒരു കാര്യം ചെയ്യാൻ ഈ മലയാള ഇൻഡസ്ട്രിയിൽ പറ്റുന്നില്ലെന്ന് ഓർക്കുമ്പോഴാണ്. പിന്നെ അതിനകത്ത് മറ്റേ മുരളി കോഫി വിഗൊക്കെ വെച്ചിരിക്കുന്ന ആ സീനൊക്കെയാണ്, നല്ല രസമുണ്ട് അത് കാണാൻ. പുള്ളിയുടെ ഒരു കാര്യം, ഇമ്മാർക്കൊരു കഥയുണ്ട്, അതൊന്ന് ഹിറ്റായി ഉടനെ അതുപോലെ കുറേ എണ്ണം അങ്ങ് ഇറക്കി വിട്ട് ജീവിക്കാൻ കുറേ എണ്ണം. ഒരാട്, ഒരു ദൃശ്യം, ഒരിടയ്ക്ക് CBI ഡയറക്കുറിപ്പായിരുന്നു, അത് എഴുതി അവസാനം SN സ്വാമിയുടെ പരിപാടി തീർന്നു. അടപ്പ് തെറിക്കുക എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞാലും പുള്ളി സൈഡായതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അല്ലേ അത് ഇപ്പോഴും വന്നേനെ. പത്രക്കടലാസ് ഒട്ടിച്ച് നോക്കുമ്പോൾ കേസ് തെളിയിക്കുന്ന CBI ഒക്കെ ആയിട്ട് വട്ടായി പോയെന്ന് തോന്നുന്നു. ഇതൊക്കെ കഥ എഴുതി ഇങ്ങനെ പൊട്ടക്കഥ എങ്ങനെ എഴുതാൻ പറ്റും? അറ്റ്ലീസ്റ്റ് എവിടെ നിന്നെങ്കിലും അടിച്ചു മാറ്റുമെങ്കിലും ചെയ്യുമ്പോൾ ഒരു വൃത്തിക്ക് ചെയ്യാമെന്നേ. ഇതൊക്കെ ചെറിയ ത്രെഡൊക്കെ മതി ഇത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും ഒരു കാലത്ത് ശരിയാ, ചെറുപ്പക്കാരാവുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ചെയ്തതാണ് കണ്ടത്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ ആകുന്നതാണ്. ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, ഓർമ്മ നശിക്കും, ക്രിയേറ്റിവിറ്റി കുറയും, എല്ലാം കുറയത്തില്ലേ നമ്മുടെ. വളരെ കുറച്ച് പേർക്ക് ആ വ്യത്യാസമുള്ളവരുണ്ടായിരിക്കും. പക്ഷെ അവരവരുടെ അസിസ്റ്റൻസിനെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അതങ്ങനെ നടന്നു പോയത്. അല്ലെങ്കിൽ ഇവന്മാരുടെ തലയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനോർത്ത് ഇടിവനിലേറ്റേ മരിച്ചെന്ന്. ഇവിടെ ഇടി കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഇമാതിരി പരിപാടി അവതരിപ്പിക്കുമ്പോഴേ ഇവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചറിയാം. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കൈ നിൽക്കത്തില്ല. അങ്ങനെ പറ്റിപ്പോയതാ. ഇപ്പോൾ ഈ ദൃശ്യം എന്ന് പറഞ്ഞ പടം ഇങ്ങനെ 3, 4, 5 പ്രാവശ്യമൊക്കെ ഇറക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ക്വാളിറ്റിയുള്ള സിനിമയൊന്നും അല്ലത്. ഇനി ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇവിടെയുള്ള സീരിയൽ പ്രേമികൾക്കൊക്കെ സീരിയൽ കാണുന്ന പോലെ തിയേറ്ററിൽ ഇരുന്ന് സീരിയൽ കാണാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാക്കുന്നതായിരിക്കും ഈ കാണുന്നത്. തിയേറ്ററിലാണെങ്കിൽ ഈ പടം പൊട്ടിത്തെറിക്കാനാണ് സാധ്യത. കാരണം ഇതിങ്ങനെ എങ്ങനെ സഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകാതെ. സിനിമയാണോ ഇവർ കാണുന്നത്? അല്ലെങ്കിൽ ഒരു കഥ അങ്ങ് പറഞ്ഞാൽ പോരെ, മ്യൂസിക് ഇട്ടുണ്ട്, ഇവരെ കാണണ്ടല്ലോ. എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. ഈ ദൃശ്യത്തിൻ്റെയൊക്കെ സീൻസ് ഭയങ്കര മോശമാണ്. ഒരു ഡയറക്ടറിൻ്റെ ഒരു റോൾ അതിനകത്ത് ഇല്ല. ഡയറക്ടറൊന്നും ഇല്ല, കഥയുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനൊരു കഥ, അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ പ്രതികാരം ചെയ്തു, അയാളെ പിടിച്ചില്ല, അതുള്ളതുകൊണ്ട് അങ്ങ് നിന്നു പോയെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ല. അതിപ്പോൾ അങ്ങനെ ഒരു കഥയൊന്നും എല്ലാവരോടും ഇരുന്നാൽ തന്നെ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ തീർത്ത ആൾക്കാർ കേട്ടിരിക്കും. ഇതതിനെ നീട്ടി 2.5 മണിക്കൂർ ഇരുന്ന് കാണണം. വണ്ടി ഓടുന്നതൊക്കെ മറ്റേ വണ്ടി ഓടിച്ചെന്ന് പറയുമ്പോൾ അത്രയും നേരമുള്ള അകത്തിരുന്നുള്ള സംസാരമൊന്നും നമ്മൾ പറയത്തില്ലല്ലോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അയാളുടെ ഭാര്യ ഇങ്ങനെ ആകുന്നു, അത് ആ കൊച്ചിൻ്റെ ഇതെടുത്തു, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവനെ പിടിക്കാൻ പറ്റിയില്ല, അവനെ കൊന്നിട്ട് ഉള്ളിൽ അടിയിലിട്ടിട്ട് പോയി. പക്ഷേ കേസ് അന്വേഷിച്ചു പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എഴുതിയൊക്കെ പിടിപ്പിക്കുമ്പോൾ മലയാള മനോരമയിൽ ആഴ്ചപ്പതിപ്പിലൊക്കെ പണ്ട് ഇങ്ങനത്തെ ക്രൈം നോവൽസൊക്കെ ഉണ്ടാകുന്നു. തുടരും എന്നെഴുതി വെക്കും, അടുത്ത ആഴ്ച പോയി വീണ്ടും വായിക്കും. അതിന് കൊള്ളാം, ആ നിലവാരത്തിൽ ഓക്കെ, ആ ഒരു രീതിയിൽ അത് കണ്ടാൽ നല്ലതാണ്. പക്ഷേ ഒരു സിനിമയെന്ന് വരുമ്പോഴത്തേക്കിന് സിനിമയുടേതായ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു സിനിമ.
ഞാൻ പറഞ്ഞ നാടകത്തിൻ്റെ ഓരോ സ്റ്റേജിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചിരിക്കുന്ന സീരിയൽ നാടകം, ആ ക്വാളിറ്റി ആ പടത്തിൻ്റെ ട്രെയിലറിനകത്തും ഉണ്ട് കേട്ടോ. എൻ്റെ മോഹൻലാലിൻ്റെ വർത്താനം കേട്ടിട്ട് അയ്യോ, പിന്നെ അയാൾ അഭിനയിക്കുന്നുണ്ട്, ഭയങ്കര അഭിനയിക്കുന്നതാണെന്ന് പറയത്തേ ഇല്ല, അത്ര നാച്ചുറൽ. ഇതാണ് നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞത്. എന്നെ ഒട്ടും നാച്ചുറൽ അല്ല, ഭയങ്കര ആക്ഷൻ പറയുമ്പോൾ നമുക്കറിയാം ഇതേണ്ട തുടങ്ങി. അതാ തിരിയുന്നതും ഞെട്ടുന്നതും ഒക്കെ ഭയങ്കര രസമാണ്. അയ്യോ, കണ്ടേച്ചാലും മതി. നിർത്തിപ്പോകാൻ സമയം കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കുന്ന കുറച്ച് നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. മമ്മൂട്ടി ഇപ്പോൾ അങ്ങനെ വീണ്ടും അതപ്പതിച്ച് ഒരു പടം എങ്ങനെയോ ഒന്ന് ഹിറ്റായെന്ന് പറഞ്ഞ ഉടനെ പിന്നെ അങ്ങ് ചറുപറാന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നൊക്കെ അങ്ങ് കാണിക്കുക. ഇതിനകത്തും ആശീർവാദ പ്രൊഡക്ഷൻസ്. ക്യാമറയൊക്കെ ആരാ ചെയ്തത്? ടൈറ്റിൽ തന്നെ എഴുതി കാണിക്കുന്ന ചുചും എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം അങ്ങോട്ട് ഇട്ടിട്ട് ചുമ്മാ എന്താ എക്സലോ വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് പ്രസൻറ്റേഷൻ പോലുണ്ട്. പ്രസൻറ്റേഷൻ ഔട്ട്ലുക്ക് എന്തിനു പറയുന്നത് മറന്നും പോയല്ലോ. എന്താണ് ഈ പ്രസൻറ്റേഷൻ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഇതുപോലത്തെ എഫക്റ്റൊക്കെ ഉണ്ട്. വലിയ ചിലവൊന്നും ഇല്ലാത്ത എഡിറ്റിങ് ഇവന്മാരുടെ. ടൈറ്റിലൊക്കെ കാണണം. പിന്നെ ആ സ്ഥിരം മ്യൂസിക്കുകാരനും അയാൾ ആരടേ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാരമ്പര്യമായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്ന ആരാണ്ടൊക്കെ ഉണ്ടല്ലോ. ആ പരമ്പരാഗത ശൈലി തുടർന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ സീൻ പ്രസൻറ്റേഷനകത്തും ഉണ്ട്, അഭിനയത്തിലും ഉണ്ട്, വേഷത്തിലും ഉണ്ട്. എൻ്റെ അമ്മോ, ഈ കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്തിട്ട് എല്ലാം തികഞ്ഞ പടമാണ്.